പള്ളികളോട്, മഹാന്മാരോട്, ആലിമീങ്ങളോട്, വലിയവരോട്, പ്രായമുള്ളവരോട്, ഉമ്മയോട്, ബാപ്പയോട് നമുക്ക് നല്ല ബഹുമാനം വേണം, നല്ല അനുസരണ വേണം. ഇനിയിപ്പോ നല്ല അനുസരണല്ലേ ഇപ്പൊ, അല്ലേ അല്ലേ അല്ലേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വയസ്സനായ മനുഷ്യനെ കാണുമ്പോ ബാല്യക്കാരെങ്ങാനും ബഹുമാനിച്ചെങ്കില്, സിറ്റിസൺ പ്രജകളായിട്ടുള്ളവർ, വയസ്സരായിട്ടുള്ളവർ, പ്രായമുള്ളവർ, അവരെങ്ങാനും നിങ്ങ ബഹുമാനിക്കുന്ന അങ്ങനെ അയാളെ കാണുമ്പോ മിണ്ടാണ്ടിരുന്നു, അയാളെ മുമ്പില് സൗണ്ട് കുറച്ച്, അയാള് നിൽക്കുമ്പോ നിങ്ങ ഇരുന്നില്ല, അയാള് എന്റെ ഉമ്മ എന്തായി ഗോപി പോണം, പൈസ കൊടുക്കേ, പൈസ കൊടുക്കേ, മാഷാ അല്ലാഹു ബർക്കത്ത്, ഗോപി പോണ കിടാന് പൈസ വേണമല്ലോ, ബാപ്പാട് കേൾക്കുന്നു. ഉസ്താദ ഇങ്ങനത്തെ കിടാന് ബാപ്പല്ലേന്ന്, വേം കൊടുത്തിട്ട് കൊണ്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഞങ്ങളെ മക്കളെ സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കട്ടെ. നല്ല മക്കൾ അല്ലാഹു നമുക്ക് ധാരാളം പ്രദാനം ചെയ്യും. അത് നിങ്ങൾ എന്ത് പറഞ്ഞെങ്കിലും കേൾക്കല്ലോ ഉസ്താദ്. നിങ്ങൾ ഒരു പത്രം കൊടുത്തിട്ട് വേം വിട്ടറി. അസ്വബിയു സബിയ വലൗകാന നബിയ. അത് വിരിച്ചെടുത്ത കിടക്കാണ്ട് നടക്കട. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ഇങ്ങോട്ടൊക്കെ ഈ പള്ളിന്റെ അവിടെ കൂടെ ചെറിയ ചെറിയ കിടാക്കളെല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞതിന് തന്നെ, അല്ലാണ്ട് കിടാവ് വന്നൊന്നും പള്ളിന്റെ കറണ്ട് ബില്ല് കൂടാല, ഹൗദിന്റെ വെള്ളം കുറയൂല്ല. പിന്നെന്താ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്? ചെറിയ കിടാനെ കൊണ്ടുവരണ്ടാന്ന്, ചെറിയനെ കൊണ്ടുവരണ്ടാന്ന്, ഈ കിടാനല്ല. അതിപ്പോ കൊണ്ടുവന്നതുമല്ല, വന്നത് ഇരിക്കട്ടെ. ചില മനുഷ്യന്മാരുണ്ട്, ചില ഗൾഫ് നിന്നെല്ലാം വരും, ബാംഗ്ലൂരിൽ 4 കൊല്ലം 5 കൊല്ലം ഇരുന്നിട്ട് വരുന്നേ. വരുമ്പോ പള്ളിക്ക് വരുമ്പോ സ്പ്രേ എല്ലാം അടിച്ചിട്ട്, അറബിന്റെ കോട്ടെല്ലിട്ടിട്ട്, മീറ്റക്ക് റിങ്കല്ലിട്ടിട്ട്, ബാപ്പ വരുമ്പോ ചെറിയ കിടാവിനെയും കൊണ്ടുവരും, ഖത്തറിന്റെ കോട്ട് ഇടിച്ചിട്ട്, ഖത്തറിന്റെ കോട്ടും കുവൈത്ത് അമീറിന്റെ തലീക്കെട്ടും കെട്ടിട്ട് കൊണ്ടുവരും. നിൽക്കുന്നാടറിഞ്ഞ മിഹ്റാബിന്റെ നേരെ ബാക്കുന്ന് ഇത്രക്കുള്ള കിടാവ്, വലപ്പാളുടെ മണം ഇപ്പോഴും ഉണ്ട് വായില്. കൊണ്ടുവരരുത്. 4 കൂട്ടരെ പള്ളിക്ക് അടുപ്പിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട്? അത് ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലമാണ്. അവർക്കത് മട്ടം പോലെ ബഹുമാനിക്കാൻ അറിയാല, അതുകൊണ്ട് അവരെ കൊണ്ടുവരണ്ട. ആരത്? ഒന്ന് ഭ്രാന്തന്, പിന്നൊന്ന് രോഗി, പിന്നെ ഞങ്ങള് സ്ത്രീകൾക്ക് ബഹുമാനിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവർക്ക് വലിയ ബഹുമാനം ഉള്ളത് കൊണ്ട്. പെണ്ണുങ്ങൾക്ക് നല്ല ബഹുമാനം ഇല്ലേ? അപ്പൊ അവർ കൂടെ വന്നെന്ന് കണ്ടെങ്കില് അവർക്കെന്ത് പ്രശ്നമില്ല, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഇല്ലേ? നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണ് നാളെ ളുഹുർ നിസ്കാരത്തിന് വരുന്നും ചെല്ലെങ്കിൽ ഞാൻ സുബഹിക്ക് 8 മണിക്ക് ഓതിർത്തിട്ട് വരല്ലേ? വരല്ലേ? തീർച്ചയായിട്ടും വരും. 8 മണിക്ക് വരുമെന്ന് മാത്രമല്ല, 1:10 ളുഹുർ തീർന്നെങ്കിലും ഞാൻ മാരി വളം പുറക്ക് പോവില്ല. എന്റെ അസർക്കും വരുമല്ലോ. എന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് അവരെ ബഹുമാനിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, പരിശുദ്ധമായ ദീന് പറഞ്ഞു, അവർ പള്ളിന്റെ ഭാഗത്തേക്ക് വേണ്ട. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞെന്തറിഞ്ഞ, ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവരെ പൊരയാണ് നല്ലത്. നിസ്കാരത്തിന്, ജമാഅത്തിന്, ഐനീനെല്ലാം അവർക്ക് പൊരന്നെ നല്ലേ. ഇത് ചെല്ലുമ്പോ ഞങ്ങളുടെ ഇടന്ന് കുറച്ച് താടിക്കാറ് വന്നിട്ട്, അപ്പൊ എങ്ങനെ സിയാറത്ത്, അപ്പൊ എങ്ങനെ ഉറൂസിന്, അപ്പൊ എങ്ങനെ പിന്നെ സലാത്തിന് ഇല്ലേ? കുറച്ച് മനുഷ്യന്മാർ അങ്ങനത്തോറുണ്ട്. അറിയാത്തോറ്, അറിഞ്ഞിട്ടല്ല, അറിഞ്ഞെങ്കിൽ ആ ചോദ്യം വരാല. പള്ളിക്ക് പോകണ്ടാലോ, പിന്നെ അങ്ങനെ ഉറൂസിന് പോന്നേ? പള്ളിക്ക് എന്തിനു പോന്നെ? അത് ചെല്ല്. പള്ളിക്ക് എന്തിനു പോന്നെ? നിസ്കാരം പൊരല് വാങ്ങില്ലേ? ഉറൂസിന് എന്തിനു പോന്നെ? സിയാറത്ത് പൊരലാന്നാ? സിയാറത്ത് നിന്റെ കിച്ചണിൽ കബറുണ്ട? സിയാറത്താക്കണമെന്ന് നീ ഇങ്ങനെ പറഞ്ഞു, അല്ലാണ്ട് ഇയാൾ അങ്ങോട്ട് പോകല. ആ കിടക്കുന്ന മഹാന്റെ കബർ അങ്ങോട്ട് പോകല. നീ ഹജ്ജിനും ഉംറക്കും അങ്ങോട്ട് തന്നെ പോണം, അല്ലാണ്ട് കാബ നിന്റെ പറക്ക് വരില്ല കൊളകേരിക്ക്. അപ്പൊ അതുകൊണ്ട് അവിടെ അത്തരം കാര്യത്തിന് പോണോ? നിസ്കാരത്തിന് 11 ഷട്ടം കെട്ടിട്ട് പോണ്ട. ആ പോയത് നിനക്ക് മിസ്റ്റേക്കില്ല, മിസ്റ്റേക്ക് ഞങ്ങളെ പോലത്തോർക്കുണ്ട്. ഫിത്തനുണ്ടാവാടെ. അല്ലാണ്ട് നിന്നെ വന്നെങ്കിൽ അള്ളാഹ്ക്ക് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല, പെണ്ണിനോട് വെറുപ്പുണ്ടായിട്ടുമല്ല. പെണ്ണിനോട് പള്ളിക്ക് വരണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പെണ്ണിനെ ആദരിച്ചിട്ട്. നിങ്ങൾ നോക്കൂ, ഇൻ കേസ് ഒരു വേള എന്റെ ഓള് അല്ലെങ്കിൽ എന്റെ മോള് അല്ലെങ്കിൽ എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ പെങ്ങള് ആരുമാട്ട് നമ്മളെപ്പോലെ ളുഹുർ നിസ്കരിക്കുന്ന പള്ളിക്കും ആര് നിസ്കരിക്കുന്ന പള്ളിക്ക് നിസ്കരിക്കാൻ വന്നു കൂട്ടിക്കോ. ഇവന്റെ വിഷയം കേട്ടിട്ട് ആരെ വിഷയം നിങ്ങൾ പേര് ചെല്ലണ്ട. ആരെ വിഷയം? പേര് ചെല്ലുന്ന നാളെ ചെല്ലും ഒരു പാർട്ടി ആക്കിയെന്ന്.
പാർട്ടി ഇല്ല ഞങ്ങൾക്ക്, ഞങ്ങൾ ഒന്നല്ലേ, ഞങ്ങൾ ഇതിന് പാർട്ടി ആക്കണോ? ഞങ്ങളുടെ പാർട്ടി ആക്കിയിട്ട് തന്നെ മറ്റോ ആടെല്ലാം പൊളിച്ചോട്ടെ പോയിക്കൊണ്ടുണ്ട് JCB-യിൽ. ഇനി ഇപ്പുറം വരാനേ ബാക്കിയുള്ള. അള്ളാഹു ഈ ഉമ്മത്തിനെ കാക്കട്ടെ, അള്ളാഹു ഈ നാടിനെ കാക്കട്ടെ, അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിക്കട്ടെ. ഈ മനുഷ്യന്മാരെ വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരുത്തം പള്ളിക്ക് വരുമെന്ന് പറയുമ്പോ പെണ്ണങ്ങ് പള്ളിക്കോണെന്ന് പറയുമ്പോ ഞങ്ങൾ പറയും അത് വേണ്ട, റസൂലുള്ള എന്താന്ന് പറഞ്ഞത്. ഒരു വേള ഓരുടെ വിഷയം കേട്ടിട്ട് വന്നു കൂട്ടിക്കോ. ആരി? എന്റെ ഓള്, അല്ലെങ്കിൽ എന്റെ മോള്, അല്ലെങ്കിൽ എന്റെ ഉമ്മ, അല്ലെങ്കിൽ എന്റെ പെങ്ങൾ, ആരുവാട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും നിസ്കരിച്ചുകൊണ്ടുണ്ട്. മുമ്പിൽ ഉസ്താദ് ഇമാമും ഉണ്ട്. ഞങ്ങളെല്ലാവരും ആര് നിസ്കാരത്തിൽ. ഒരു 4 സഫ ആണുങ്ങളുണ്ട്. ബാക്ക് നീ ഓന്റെ വിഷയം കേട്ടിട്ട് വന്ന 5-6 പെണ്ണുങ്ങളും ഉണ്ട് പള്ളിൻ്റെ ഉള്ളിൽ. ലായത്തോ ചോദ്യോ പണ്ട് പള്ളിക്കോണോ, പെണ്ണ് പള്ളിക്കോണോ, ഉറൂസിന് വന്നില്ല, മക്കത്ത് വന്നില്ല, മദിരത്ത് വന്നില്ല, ബാംഗ്ലൂർ വന്നില്ല, പള്ളിക്കും പൊട്ടില്ല. ഇത് കേട്ടിട്ട് ഓളും വന്നു സിന്ദാബാദ് വിളിച്ചിട്ട് വന്നിട്ട് ഓള് ബാക്കിന്ന് കൈയ്യട്ടി. ഇനിയാണ് പണി. അങ്ങനെ നിസ്കരിച്ചിട്ട് 2 റക്അത്തായി. മാരിബ് 3 അല്ലേ, കൂടി 3 തന്നെയല്ലേ, 6 അല്ലേ മാരിബ്? അങ്ങനെ 2 റക്അത്ത്. നമ്മളെ സഹോദരിക്ക് മെൻസസ് ആയിന്ന് കൂട്ടിക്കോ. സമയാകുമ്പോ ആവാലോ, ഹൈലാവാലോ, ആയിന്ന് കൂട്ടിക്കോ. ഇനെന്താക്കണോ നിങ്ങൾ? ഇനി ഓളെന്താക്കണോ? ഏതായാലും 2 റക്അത്തായി. ഇനി 1 റക്അത്തല്ല ബാക്കിയുള്ളേ. അതിപ്പോ തീരും പറഞ്ഞിട്ട് കണ്ടീനാക്കാമാ? ഹറാമാൻ പാടില്ല. ശരി, ഏതായാലും ആടന്നെ ഇരിക്ക, എണീക്കുന്ന വേണ്ട. 3-ാമത്തെ റക്അത്തിൽ എണീക്കുന്ന വേണ്ട, ആടന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കാമാ? പാടില്ല. ആ പള്ളിയിൽ അങ്ങനെ ഇരിക്കലും ഹറാമാൻ. ഹൈലകാരി, നിഫാസുകാരി, ജനാബത്തുകാരി, വലിയ അശുദ്ധികാരി അവരൊന്നും പള്ളിയിലേക്ക് അടുക്കരുത്. അത് പള്ളിയോടുള്ള അതവാണ്, ബഹുമാനമാണ്. അത്തരക്കാർ പള്ളിക്കകത്ത് പാർക്കല് ഹറാമാണ്. ഇനി ഇങ്ങനെയുള്ള പെണ്ണ് അവള് പിന്നെ ഏതായാലും നിസ്കാരം കണ്ടിനാക്കാൻ പാടില്ല, ഹറാമാൻ. ഇനി അവിടെ ഇനി വേണ്ട, നിസ്കാരം വേണ്ട, ഹൈല എന്ന് പറഞ്ഞിട്ട് ഒരു വേള അവിടെ തന്നെ ഇരിക്കാം. സലാം വീട്ടിൽ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുമോ? അതും പാടില്ല, ഹറാമാൻ. അപ്പനെന്താക്കണോ? ഇങ്ങന്റെ കൂടെ ഇല്ലേ? എന്നെന്താക്കണോ? പോള് എന്താക്കണോ? ഏതെങ്കിലും ഒരു ഡോറിലെ മെല്ലെ കീഞ്ഞിട്ട് പുറത്തേക്ക് പോണോ, അല്ലെങ്കിൽ പുറത്തു നിൽക്കണ്ടേ? ആ നിൽക്കുമ്പോ എന്തായി? ഇടിനാട് എറിഞ്ഞ് മമ്മദാജിന്റെ മോള് ഉസ്താദിന്റെ മോള്. അത് ഓക്കെത്ര ബേജാറാവും, ഓക്കെത്ര സേമാവും, ഓക്കെത്ര ടെൻഷനാവും. അപ്പൊ അതുകൊണ്ടാ നല്ല പെണ്ണിന്റെ മനോഗതി മനസ്സിലാക്കിയ റബ്ബ് അവളെ ശാരീരികാവസ്ഥ, അവളെ മാനസികാവസ്ഥ, അവളെ ബയോളജിക്കൽ ശാസ്ത്രം എല്ലാം അറിഞ്ഞ റബ്ബ് അവളോട് പറഞ്ഞു, നിനക്ക് നിന്റെ വീടാണ് നല്ലത്, നിനക്കവിടെയുണ്ട് കൂലി, നീ പള്ളിയിൽ വരേണ്ട. പള്ളിയിലുള്ളത് ആരറിയുമോ? ഫീഹി റിജാൽ, അവിടെയുള്ളവർ ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല. പെണ്ണിനോട് പള്ളിക്ക് വരണ്ടെന്ന് പറഞ്ഞ അരിസത്തിലല്ല, അവളോട് അല്ലാഹ് പിരിസം കൂടിയിട്ടാണ്. അല്ല, എന്നെപ്പോൾ തോറുണ്ടെങ്കിൽ CC ക്യാമറയും അത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ സംഗതിനെ പാടി നടക്കാൻ വല്ല പണിയുണ്ടാ? ഇക്ബാളാജിന്റെ മോൾക്ക് ഇന്നലെ മോന്തിക്കായിനോലോ, നിന്റെ നാവില്ല 12 ഇഞ്ച്, പിന്നെ നീട്ടി പാർക്കി പറയാൻ വല്ല CC ക്യാമറ വേണ? ഹലോ ഉസ്താദ്, ഇപ്പൊ ബന്ധങ്ങൾ അങ്ങനെ ആണോന്നുണ്ടാ? അങ്ങനെ ആവേല, ഇൻകേസ് തഖ്ദീറൻ അങ്ങനെ ആയെങ്കില് ഇങ്ങനെ നടക്കാലേ, ഇങ്ങനെ സംഭവിക്കാലേ. അപ്പൊ അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, വേണ്ട, നീ ചന്തത്തിൽ പൂ പോലെ പരന്റെ ഉള്ളിൽ നിസ്കരിച്ചോ, ആടെ കിട്ടുന്ന കൂലി നിനക്ക് നിന്റെ പരലേ ഉണ്ട്. നീ അതിനെ അളക്കിയിട്ട് പറഞ്ഞു, അത് വിഡിത്തല്ലേ. മംഗളത്തിന് വിളിച്ചാള് പറഞ്ഞ്, മംഗളത്തിന് വിളിച്ചാള് എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞ, എല്ലാരും മംഗളത്തിന് വിളിച്ചിന്, മൈലാഞ്ചിക്കും വിളിച്ചിന്, എല്ലാരും പറഞ്ഞോ നിങ്ങളെ ഞാൻ മംഗളത്തിന് വിളിക്കുന്നു, പക്ഷെ നിങ്ങൾ മംഗളത്തിന് വരണ്ട, നിങ്ങ കയ്യുന്നുമില്ല, ഇനി ബന്ധങ്ങൾ ബുദ്ധിമുട്ടുമാവും, നിങ്ങ വരണ്ട. നിങ്ങൾക്കാടെയുള്ള മന്തി, കോഴി കായ്ച്ചത്, ബിരിയാണി എല്ലാം ഞാൻ ഇങ്ങോട്ട് തന്നെ കൊടുത്തയക്കുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ പെരന്നിട്ട് ഉന്തുവണ്ടിയിൽ ജാറിയിട്ട് മംഗളത്തിന് പോണം. എനക്ക് ആടന്നെ ബിരിയാണി വരുന്നില്ലേ, ആടന്നെ ആ കൂലി കിട്ടുന്നില്ലേ?
പിന്നെ അതിനെ മേങ്ങിയിട്ട് ആടെ കുത്തിരിക്കണ്ടല്ലേ ബുദ്ധി. ഈ അണ്ടന്റെ ആയത്തോദ്യം കേട്ടിട്ട് അങ്ങോട്ട് പോണം. അബുസ്താദ് സിയാറത്ത്, അബുസ്താദ് സലാത്ത് മജ്ലിസ്, അബുസ്താദ് മജ്ലിസുന്നൂർ, അബുസ്താദ് മഹദറത്തുൽ ബദരിയ. അപ്പൊ ഈനെല്ലാം പോവാമോ? അതെ, അത് നടക്കുന്നിടത്തേക്ക് പോയില്ലെങ്കിൽ അത് കിട്ടയില്ല. ഹജ്ജിന് പോയില്ലെങ്കിൽ ഹജ്ജ് അങ്ങനെ കിട്ടുന്ന ഹജ്ജ് അത് മംഗല വരുത്താ. ഉറൂസിന് കൊളകേരി അല്ലേ, കൊളകേരി ദിവസം പേര് കൊളകേരി. മഹാനരുടെ മക്കാമിന്റെ സിയാർത്ത് പെണ്ണുങ്ങൾക്ക് സുന്നത്തില്ലേ? മഹാന്മാരുടെ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ സിയാറത്ത് പെണ്ണുങ്ങൾക്ക് സുന്നത്തുണ്ട്. അത് എങ്ങനെ? അതിങ്ങനെ ചന്ത ചുറ്റും പോലെ ചുറ്റിയിട്ടല്ല. ഇസ്ലാമികമായ വേഷവിധാനത്തില്, ഇസ്ലാമികമായ ആചാര വിചാരങ്ങളിലായിട്ട് സിയാറത്ത് വലിയ പുണ്യമുള്ള അമലാണ്. അത് പെണ്ണിന് സുന്നത്താണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ഇടപെടണ്ടേ? മഹാന്റെ മക്കാമന്റെ ഫറിൻ്റെയുള്ളൊക്കെ വരുമോ? അപ്പൊ അതുകൊണ്ട് സിയാറത്ത് അവർക്ക് സുന്നത്താക്കി അങ്ങനെ അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയുള്ള പരിപാടികൾ പള്ളിയിലേക്ക് അവർ വന്നിട്ട് ഇങ്ങനെ ആൽക്കുൽ തന്ത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഏതായാലും ആ നിലക്ക് അദബ് പാലിക്കണമെന്ന് പറയപ്പെട്ടതാണ് പള്ളി. അപ്പൊ ചെറിയ ചെറിയ കുഞ്ഞുമക്കളൊന്നും അവിടെ വരാൻ പാടില്ല. കാരണം എന്തേ? കിടാന് പള്ളി എന്തെന്നറിയില്ല, അവിടെ നിസ്കരിക്കുന്നവരുടെ അവസ്ഥ എന്തെന്നറിയില്ല. നിസ്കരിക്കുന്നവരുടെ മുമ്പില് ഓടി നടക്കാനോ ചാടി കടക്കാനോ പാടില്ല. അത് പക്കാ ഹറാമാണ്. മുമ്പില് മറ വെച്ചിട്ടുള്ള ഒരാള് നിസ്കരിക്കുന്നുവെങ്കിൽ 3 മുഴം അകലത്തില് ഒരാള് മറ വെച്ചിട്ട് നിസ്കരിക്കുന്നുവെങ്കിൽ അവന്റെ മുമ്പില് ചാടിപ്പോകല്, നടന്നു പോകല്, വിട്ടുകിടക്കല് ഹറാമാണ്. ഒരു വേള നിസ്കരിക്കുന്നവൻ ആ തടി, പിന്നെ അതിന്റെ പേരിൽ അയാളെ തടിയുന്ന സമയത്ത്, അയാളെ തട്ടി നീക്കുന്ന സമയത്ത് അയാൾ അപകടത്തിലായി പോയാൽ നിസ്കരിക്കുന്നവന് കേസില്ല. അത്ര കണ്ട് ഗുരുതരമാണ് നിസ്കരിക്കുന്നവന്റെ മുമ്പില് വിട്ടുകിടക്കല്, ചാടിക്കിടക്കല് പാടില്ല. ഏത് നിസ്കാരക്കാരന് ഏത് നിസ്കാരക്കാരന് മുമ്പില് മറ വെച്ചിട്ട്